സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ എൻ്റെ നാവിനെ ശക്തീകരിക്കണമേ. കേൾക്കുന്ന എല്ലാവർക്കും പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ എന്നെ സഹായിക്കണമേ ദൈവമേ. ദൈവമേ, പ്രാർത്ഥനയോട് നിൻ്റെ പ്രസംഗത്തിലേക്ക് കടക്കുകയാണല്ലോ ദൈവമേ. അവസാനം വരെ നീ കൂടിയിരിക്കണമേ. പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും നിൻ്റെ കൃപയുണ്ടാകണേ. ആമേൻ. ഞാൻ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവൻഗേലിയോനായി വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം 19-ന്റെ 16 മുതൽ 22 വരെ. ആരും വായിക്കേണ്ട, അതിനകത്ത് കോർഡിനേറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഒരു യുവാവ്, സമ്പന്നനായ ഒരു യുവാവ് ഗുരു നിത്യജീവനെ പ്രാപിക്കുവാൻ നാം എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്ന് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നിത്യജീവൻ പ്രാപിപ്പാൻ ഓൾറെഡി ആ യുവാവ് പറയുന്നുണ്ട്, നിങ്ങൾ ബൈബിളിൽ പറയുന്ന കൽപ്പനകളെ എല്ലാം ഞാൻ അനുസരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്താണ് എൻ്റെ ജീവിതത്തിൽ നന്മയിലേക്ക് പോകുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി, പൂർണ്ണതയിൽ എത്തുവാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ദൈവകൽപ്പനകൾ എന്ന് പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ഈ യുവാവ് പൂർണ്ണമായും ചെയ്യുന്നു എന്ന് യേശുവിനോട് പറയുന്നു. നാമും നമ്മോട് തന്നെ ചോദിക്കുക. നാം പള്ളിയിൽ ദിവസവും വരുന്നു, നാം കുമ്പസരിക്കുന്നു, കുർബാന കൊള്ളുന്നു, നാം എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, നാം എല്ലാ കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്നു. നാം നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കേണ്ട കാര്യമാണ്, എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാണോ നാം ഇതെല്ലാം ചെയ്യുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നാം ശുദ്ധീകരണത്തോടെയാണോ നാം നിൽക്കുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. നാം നിത്യജീവൻ പ്രാപിക്കുവാൻ എന്താണ് വേണ്ടതെന്ന് ഈ യുവാവ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അവരുടെ 21-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നൊരു വാക്യമുണ്ട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്കൊരു നിക്ഷേപം ഉണ്ടാവും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ സമ്പന്നനായൊരു യുവാവ് ആയതുകൊണ്ട് തന്നെ അയാളുടെ സമ്പത്തുകളെ എല്ലാം വിട്ടുകളഞ്ഞ് നീ എൻ്റെ കൂടെ അനുഗമിക്കുക എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് നമ്മളത് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അതിനെ യേശു വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൊടുക്കുവാൻ സാധിക്കും. അത് വിട്ടുകളഞ്ഞിട്ട് നമ്മൾക്ക് യേശുവിലേക്ക് കടക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ യുവാവ് ഈ ഒരു വാക്യം, ഈ യേശുവിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ ദുഃഖിതനായി പുറമോട്ട് പോകുന്നത് നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ യുവാവിനെ പോലെയാണോ നാമും എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ നല്ലവനാണ് എന്ന് നാം തന്നെ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ? അതോ നമ്മുടെ ഉള്ളിൽ നാമും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാണോ മുൻപോട്ട് പോകുന്നത് എന്ന് നാം ചിന്തിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ 1-ാം പാഠഭാഗത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഡാനിയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളിപ്പോൾ ബൈബിൾ ഇന്ന് പാഠഭാഗത്തിൽ വായിച്ചപ്പോൾ തന്നെ നമുക്ക് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇട്ട ആ ഡാനിയേലിൻ്റെ കഥ നമ്മൾക്ക് എല്ലാവർക്കും കുഞ്ഞുനാൾ മുതലേ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ ശിക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോഴും സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇട്ട് കളഞ്ഞപ്പോഴും അദ്ദേഹം 3 നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നിരന്തരമായുള്ള പ്രാർത്ഥന കൊണ്ടാണ് ദാനിയേലിന് തൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചത്. ദാനിയേലിനെ പോലെയാകണോ അതോ സമ്പന്നനായ ആ യുവാവിനെ പോലെ ഒരു ദൈവം വിളിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകുവാൻ വരികയാണോ വേണ്ടത് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. അതിനകത്ത് തന്നെ നമ്മൾക്ക് നല്ലൊരു വ്യക്തിയാകണമെങ്കിൽ ഡാനിയേൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് നാം ഇപ്പോൾ പറഞ്ഞു. മുട്ടുകുത്തി 3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാണാം. നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ബൈബിളിൽ പല ഇടങ്ങളിലായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് നേരത്തും ഇടവിടാതെ സദാകാലത്തും കഷ്ടകാലത്തും തൻ്റെ ഞെരുക്കങ്ങൾ വരുമ്പോഴും നാം മനസ്സിൽ നമ്മുടെ ദൈവത്തോട് സംസാരം എന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി നമ്മൾക്കൊരു അടുപ്പമുണ്ടാകും. ദൈവത്തോട് ഏറ്റവും കൂടുതൽ
കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡാനിയേലിൻ്റെ ജീവിതത്തിൽ മുഴുവനായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ദൈവം ഡാനിയേലിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്നത് നമ്മൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് രണ്ടാം പാഠഭാഗം വായിച്ചത് അപ്പോസ്തല പ്രവൃത്തികളായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾക്ക് തിരഞ്ഞെടുക്കുന്നവരെ കാണാൻ സാധിക്കും. എങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്? ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നമ്മളെയും ദൈവം ഇതുപോലെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നല്ല പ്രവൃത്തികളിൽ, നമ്മൾ നല്ല ചിന്തകളിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു മനസ്സിലൊരു ശുദ്ധീകരണത്തോടെ വേണം അത് ചെയ്യാൻ. മനസ്സിൽ വേറൊന്ന് വെച്ചുകൊണ്ട് മറ്റൊരാളെ സഹായിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ഓരോ ദിവസവും അതുതന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മൾക്ക് ഈ പാഠഭാഗങ്ങൾ, ഈ 3 പാഠഭാഗങ്ങളിലും യുവജനങ്ങളെ കണക്ട് ചെയ്താണ് കൂടുതലും സംസാരിക്കുന്നത്. അപ്പോൾ യുവജനങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും എത്ര പ്രായം ചെന്നാലും നമ്മളെല്ലാവരും യൗവനക്കാർ തന്നെയാണെന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഭാവിയെ സൃഷ്ടിക്കേണ്ടത് നാം സ്വന്തം സമർപ്പണമുള്ളവരായി മാറിയാൽ മാത്രമേ നമ്മൾക്ക് മറ്റൊരു ഭാവിയെ സൃഷ്ടിക്കുവാൻ നമ്മൾക്ക് കഴിയുള്ളൂ. നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും നമ്മോട് പൊറുക്കുന്നവനായൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നാം എപ്പോഴും ഓർക്കണം. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ മാറ്റുവാൻ സഹായിക്കുന്ന, തെറ്റുകൾ ചെയ്താൽ ആ കുറവുകളെ തിരുത്തുവാൻ സഹായിക്കുന്ന നമ്മുടെ യേശു തമ്പുരാനാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ യേശു തമ്പുരാനാണ്. നമ്മുടെ കൂടെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് വഴികാട്ടിയായി നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾക്കുണ്ടാകുന്ന ഈ സമ്പത്തും സ്വത്തും എല്ലാ കാര്യങ്ങളും, നമ്മളിപ്പോൾ ഈ ലൈഫിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിൽ കിട്ടും. നമ്മൾക്കൊരു ഫുഡ് വേണമെങ്കിൽ നമ്മൾക്ക് ഫോണിൽ കൂടെ നമ്മൾക്ക് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാ സൗഭാഗ്യങ്ങൾ ലഭിച്ചപ്പോഴും നാം ഒരു കാര്യം ഓർക്കാൻ മറന്നു പോവരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായ യേശുക്രിസ്തുവിനെ മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കുന്നുണ്ടോ? നാം ദൈവത്തിനൊരു നല്ല സാക്ഷിയാണോ? ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ദൈവത്തെ ഒന്നും നോക്കാതെ, ഞാൻ ചെയ്ത സമ്പത്തോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമ്മൾക്ക് ദൈവത്തെ അനുഗമിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. ഇപ്രകാരം ഒരു പാട്ടുണ്ട്: ഞാൻ നട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം, എങ്കിലും ഈ കൊമ്പിനെ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നമ്മൾ യോഗ്യനായിരിക്കില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ചോദിക്കണം, നാം യോഗ്യനല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ തക്കതായ സമയത്ത് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തോട് ഒന്നും നോക്കാതെ നമ്മൾക്ക് പോകുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ പാട്ടിൽ പറയുന്നുണ്ട്, എന്നെ സൽബലമായി നമുക്ക് നട്ടൊലിവായി, നമ്മളെ ഒരു ഒലിവ് വൃക്ഷം പോലെ തളിർത്ത് ദൈവം നമ്മളെ ഒരിടത്ത് ആക്കിയിട്ടുണ്ട്. പക്ഷെ ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾ അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇവിടെ നമ്മൾ സമ്പന്നനായ ആ യുവാവിനെ പോലെ ആവാതെ നമ്മൾ ഡാനിയേലിനെ പോലെ നല്ല ഒരു ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന നല്ല ഒരു സാക്ഷ്യമുള്ള ഒരാളായി മാറി നമ്മൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ ജീവിക്കുവാൻ സാധിക്കണം. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രയാസങ്ങളെ നമ്മൾ ദൈവത്തിലേക്ക് എടുത്തു വെച്ച്, നമ്മുടെ വിഷമങ്ങളെ നമ്മൾ ദൈവത്തിലേക്ക് കൊടുത്ത് നമ്മൾക്ക് ഓരോ ദിവസവും ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ഈ കുർബാനയിൽ നമ്മൾക്ക് കൂടുവാൻ സാധിക്കണം. വെറുതെ വന്ന് വെറുതെ പോകുവാനല്ല. തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകും. ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരോടും ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അവസരങ്ങളെ തന്ന അച്ഛനോട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയൊരു പ്രസംഗത്തിൽ നിന്ന് ഇരുന്നുകൊള്ളുന്നു.